ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ജോബ് ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജോലി എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാംസ് എഴുതാം. അറിയാലോ, നമ്മളുടെ ഒരുപാട് ഡിഗ്രിയുടെ എക്സാംസ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടൈം എടുത്ത് നല്ല രീതിയിൽ തന്നെ ഒരു മിനിറ്റ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ എക്സാംസ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ പറയുന്ന 2026 എന്ന് പറയുന്ന ഒരുപാട് എക്സാംസ് നമുക്ക് വരുന്നുണ്ട്. ഡിഗ്രി ലെവൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാലറി പാക്കേജ്, ഇപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു സാലറിയാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ കാറ്റഗറി നമ്പർ 454/2025 ആണ് നമ്മളുടെ കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ വിളിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതായത് നമ്മളുടെ കേരളത്തിലുള്ള നമ്മളുടെ മിക്ക യൂണിവേഴ്സിറ്റി, നമ്മുടെ MG യൂണിവേഴ്സിറ്റി ഉണ്ട് അല്ലെ, നമ്മളുടെ ഓരോ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ആ ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നമ്മളിത് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 39,300 തുടങ്ങി 83,000 രൂപയാണ് നമ്മുടെ സാലറി സ്കെയിൽ നമുക്ക് വരുന്നത്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണ്, നമ്മളുടെ ഡിഗ്രിയാണ്. ഏതെങ്കിലും നമ്മളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി മതി നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് തുടങ്ങി 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റും വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം ലാസ്റ്റ് ആണ്, 31-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് മിസ് പറയുന്നത്, അടുത്ത വർഷം നമ്മളുടെ ഒരുപാട് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ഇയർ ആണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ ജോബിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കുറച്ച് പോയിന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളുടെ വർക്ക് എൻവിറോൺമെന്റ് ആണ്. എൻവിറോൺമെന്റ് നമുക്ക് പറയും മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ചുറ്റുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പോസ്റ്റിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏകദേശം നമ്മളുടെ ടൈമിംഗ് തന്നെ പറയുമ്പോൾ എന്താണ് 10 മണിയാണ്. 10 മണി തുടങ്ങി 5 മണി വരെയാണ് നമ്മുടെ ടൈമിങ് വരുന്നത്. അതുപോലെ തന്നെ സ്ട്രോങ് കരിയർ ഗ്രോത്ത് ഉണ്ട്, പിന്നെ ഹാൻഡ്സം സാലറി ബെനിഫിറ്റ്സ്, ലീസ് ട്രാൻസ്ഫർ ലയബിലിറ്റി, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഗോൾസ്, വർക്ക് ലൈഫ് ബാലൻസ്. സ്ട്രോങ് കരിയർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ നമ്മളുടെ ജോയിന്റ് ആയിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. നമുക്ക് പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്ക് പതിയെ വരാം. എന്നിരുന്നാൽ പോലും ഓരോ ടൈമിലും നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കയറുകയാണെങ്കിൽ 50+ എബവ് ആണ് നമ്മുടെ സാലറി പാക്കേജ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ ഈ പറയുന്ന ഒരു 24-25 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഒരു ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1 lakh 1.5 ലക്ഷത്തിലധികം തന്നെ നമുക്ക് സാലറി നമ്മുടെ കൈ കിട്ടും. ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ലീസ് ട്രാൻസ്ഫർ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് നമുക്ക് എന്താണ് ഒരു ട്രാൻസ്ഫർ നമുക്ക് കുറവായിരിക്കും. പക്ഷേ നമ്മളുടെ യൂണിവേഴ്സിറ്റീസിൽ, അതായത് ഇപ്പോൾ വേറെ യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അതാണ് നമ്മുടെ ഇതിന് മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയല്ല ഇത്, നമുക്ക് കുറച്ചും കൂടി അഡ്വൈസ് നമുക്ക് കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 300 അടുത്തോളം നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന പോലെ നമ്മളുടെ എക്സാം എഴുതാൻ വരുന്നവരാണെങ്കിൽ പോലും എന്താണ് കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടാവും, കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ പോലും എന്താണ് ഈ പറയുന്ന 300 ആണ് നമുക്ക് അത്രയും പേർക്ക് അവിടെ ജോലിയും കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് നമുക്കറിയാം. നമ്മൾ ഈവൻ ഒരു പ്രൈവറ്റ് ജോലി ആണെങ്കിൽ പോലും നമുക്കറിയാം നല്ല പ്രഷറുള്ള ജോലികൾ ഉണ്ടാവും. ഇപ്പോഴും പ്രഷറോട് കൂടി ആ ജോലി ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഇതാണെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് കുറച്ച് എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ വർക്ക് എന്നുള്ളതും നമുക്ക് നമ്മളുടെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. മെയിൻ ആയിട്ട് ഇത് പറയാനുള്ള കാരണം നമുക്കറിയാം നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ വർക്കും നമ്മുടെ ഈ പറയുന്ന ഫാമിലി ലൈഫ് ഇതെല്ലാം ബാലൻസ് നമുക്ക് എന്താണ് സാലറി ആണ്. നമ്മളിപ്പോൾ ജോലി ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി ആവശ്യമാണ്. ആ സാലറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അത്രയും രൂപ സാലറിയും കിട്ടും, അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫും നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയും അതുപോലെ വർക്കും സാലറിയും കാര്യങ്ങളെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി കൂടിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന്
പറയുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊമോഷന്റെ കാര്യമാണ്. പ്രൊമോഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ട് കയറുന്നു. അതിനുശേഷം നമ്മൾ സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആയിട്ടാണ് മാറുന്നത്. അതിനുശേഷം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അതിനുശേഷം സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ വരെയാണ് നമ്മളുടെ പോസ്റ്റ് നമുക്ക് പ്രൊമോഷൻ കിട്ടി നമുക്ക് മാറുന്നത്. ഈ ഒരു നമ്മളുടെ 50+ അല്ലെങ്കിൽ 51,000 അടുത്തോളം നമുക്ക് ഫസ്റ്റ് തന്നെ സാലറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് മാറുമ്പോൾ നമുക്ക് എത്ര രൂപയായിരിക്കും സാലറി എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സാലറി ബേസ് ചെയ്തിട്ടാണ്. സാലറി ഇപ്പോഴത്തെ നമ്മളുടെ ഡി എന്ന് പറയുന്നത് 50% ആണ്, അതായത് 5,895 രൂപയാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതുപോലെ HRA ആണെന്നുണ്ടെങ്കിൽ 10% 3,930 രൂപയാണ്. പിന്നെ നമ്മളുടെ എന്താണ് യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേരള യൂണിവേഴ്സിറ്റി, KTU, കാലിക്കറ്റ്, കണ്ണൂർ, MG യൂണിവേഴ്സിറ്റി. ഇതെല്ലാമാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റീസ്. നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കയറാനുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് കിട്ടുന്നത് 49,125 രൂപയാണ്. ഇനി നമ്മൾ ഡിയറൻസ് അലവൻസ് നമുക്ക് 18% ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50,000-ന് മുകളിലായിരിക്കും നമുക്ക് സാലറിയും നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ഇപ്പൊ ഏതൊരു ഇത് നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ഡിഗ്രി ലെവൽ ഏതൊരു എക്സാം എഴുതി നോക്കിയെങ്കിൽ ഇപ്പോൾ SBC ആയിക്കോട്ടെ, കമ്പനി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഏതാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി കമ്പാരറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഈ ജോലി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമായ ജോലിയാണ്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചോദിച്ചാൽ മതിയാവും. അവർ പറയും എന്താണ് ഭയങ്കര സേഫ് ആണ്, നമുക്ക് അധികം പ്രഷറൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനോട് ശ്രമിക്കുക. ഈ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം, അല്ല നമ്മൾ പഠിച്ചുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടിയത്. ഈ ഒരു പോസ്റ്റിൽ ഇരുന്ന് ഇത്രയും സാലറി മേടിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ലാസ്റ്റ് അഡ്വൈസ്, അതായത് നമ്മളുടെ ലാസ്റ്റ് അഡ്വൈസ് വന്ന് 294 പേർക്കാണ്. അതായത് നമ്മളുടെ 300 അടുത്തോളം നമുക്ക് ഇപ്പൊ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് വന്നിട്ടുണ്ട്. ഇനി പ്രിലിംസിന്റെ കട്ട് ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50.59 പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. മെയിൻസിന്റെ കട്ട് ഓഫ് 57 മാർക്ക്. ഇത് കഴിഞ്ഞ തവണയാണ് കേട്ടോ. പക്ഷെ ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും മിസ് പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാലോ എന്താണ്. ഇനി എന്തായാലും കട്ട് ഓഫ് കൂടാനാണ് സാധ്യത. ഇപ്പോഴത്തെ ഓരോ എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കട്ട് ഓഫിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചു തുടങ്ങി. കാരണം ഇത്രയും സെക്യൂർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ജോലിയാണിത്. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അത്രയും ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിന് നമുക്ക് നോക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസ് ആണ്. നമ്മളിപ്പോ ആദ്യം നമ്മൾ പ്രിലിംസിന്റെ സിലബസ് മാത്രമേ നോക്കുന്നുള്ളൂ. നമുക്ക് ഓരോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മളുടെ ഡിഗ്രി ലെവൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രിലിംസും മെയിൻസ് ആയിട്ടാണ് നടത്തുന്നത്. അതിൽ പ്രിലിംസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററി 10 മാർക്ക് ചോദിക്കുന്നുണ്ട്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിംഗ് 20 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് 10 മാർക്ക്. എല്ലാ ഡിഗ്രി ലെവൽ എക്സാമിന്റെ പോലെ തന്നെയാണ് നമ്മുടെ പ്രിലിംസിന്റെയും സിലബസ് ഏകദേശം സെയിം ആണ്. മാറ്റം ഉണ്ടാവും, നമുക്ക് ഏകദേശം മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് ഇത് തന്നെയാണ് നമ്മളുടെ ഈ സിലബസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റാങ്കിൽ നമുക്ക് കയറാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പഠിക്കാം. നമ്മുടെ മിന്റ് PSC അതിന് വേണ്ടി നിങ്ങൾക്കൊരു ബാച്ച് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അറിയാലോ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ, പോലീസ് അല്ലെ, ജയിലർ, ഇതിലെല്ലാത്തിലേക്കും നമുക്ക് വിളിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ആ ഗ്രാജുവേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഒറ്റ ബാച്ചിൽ നമുക്ക് കിട്ടുന്നത്. ഇൻക്ലൂഡിങ് നമുക്കറിയാം മെയിൻസ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്തായാലും ഉണ്ടാവും, ഇൻക്ലൂഡിങ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാച്ച് ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, ആംഡ് ഫോഴ്സ് SI, ജയിലർ, സൂപ്പർവൈസർ, ഇതെല്ലാമാണ് ഇതിൻ്റെ എല്ലാം ഒറ്റ ബാച്ചാണ് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മളുടെ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യാം. RH005 എന്ന കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഓൾറെഡി നമ്മൾ ഡൗട്ട് ഫോം ഉണ്ട്. ആ ഡൗട്ട് ഫോമിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് എന്നുള്ളതൊന്ന് നോക്കിയാലും മതിയാകും കേട്ടോ. പിന്നെ നമ്മളുടെ മിന്റ് PSCയുടെ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ. അതിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസും ചെയ്യാവുന്നതാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പഠിക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണ് ഇനി നമ്മളുടെ ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് പോവുക. നമുക്ക് ഏകദേശം അടുത്ത വർഷം നമുക്ക് ഏകദേശം ഒരു ജൂൺ ജൂലൈ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളുടെ പ്രിലിംസ് വരുന്നത്. അറിയില്ല നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഈ പറയുന്ന നമ്മളുടെ കാറ്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഗ്രികൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാത്തിലാണെന്നെങ്കിൽ തന്നെ നമുക്ക് ഒറ്റ പ്രിലിംസ് ആകാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അധികം ടൈം കളയാതെ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ആൾ.